അമ്മൂമ്മ തൻ്റെ പേരക്കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പണ്ട് പണ്ട് ആകാശത്തു നിന്നും ഒരു നക്ഷത്രം അടർന്ന് കാറ്റിനേക്കാളും വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മുടെ ഈ ഹരിപുരത്ത് വന്ന് പതിച്ചു. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൽ മഹാരാജാവ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തൻ്റെ ആൾക്കാരെയും കൂട്ടി വന്ന് ഈ നക്ഷത്രക്കല്ല് ഹരിപുരത്തു നിന്നും കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം അതിനോടൊപ്പം വേറെ ചില രഹസ്യ കൂട്ടുകളും ചേർത്ത് തെക്കുംപാടം കൊല്ലനോട് പറഞ്ഞ പ്രകാരം ഈ കൊല്ലൻ അദ്ദേഹത്തിന് ഒരു അത്ഭുത വിളക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ വിളക്കാണ് ഇടയ്ക്കൽ രാജവംശത്തിൻ്റെ സകല അഭിവൃദ്ധിക്കും കാരണം. പിന്നെ എങ്ങനെയാ അമ്മുമ്മേ ആ വിളക്ക് വീണ്ടും ഹരിപുരത്തേക്ക് വന്നത്? വിളക്ക് നമ്മുടെ നാട്ടിലേക്ക് വരാൻ കാരണമായത് നമ്മുടെ തറവാട്ടിലുള്ള വീരപുരുഷനായ കുഞ്ഞിക്കേളുവാണ്. അത് മറ്റൊരു കഥ. ഇടയ്ക്കൽ രാജാവിന് വലിയ സ്വൈരക്കേടായി മാറിയ ഒരു കടൽ കച്ചവടക്കാരനുണ്ടായിരുന്നു, പുലിമുട്ട് മമ്മദ്. ഇയാളുടെ ശല്യം സഹിക്ക വയ്യാണ്ടായപ്പോൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയ രാജാവിൻ്റെ മരുമകൻ മാനവർമ്മ മമ്മദിൻ്റെ കയ്യിലകപ്പെട്ടു. എങ്ങനെ രക്ഷിക്കും എന്നാലോചിച്ച് വിഷമിച്ച മഹാരാജാവിനോട് സദസ്സിലൊരാൾ പറഞ്ഞു, അങ്ങുന്നേ വടക്ക് ഹരിപുരത്ത് നല്ല പേര് കേട്ട ഒരു കളരിക്കാരനുണ്ട്, കുഞ്ഞിക്കേളു. അയാൾ വിചാരിച്ചാൽ കാര്യം നടക്കും. അങ്ങനെ രാജാവിൻ്റെ ആവശ്യപ്രകാരം കുഞ്ഞിക്കേളു പോയി ഒരു പ്രശ്നവുമില്ലാതെ മാനവർമ്മയെ രക്ഷിച്ചു കൊണ്ടുവന്നു. ഇതിന് പ്രത്യുപകാരമായി എന്തു വേണം എന്ന് രാജാവ് ചോദിച്ചപ്പോൾ, അങ്ങനെ ചെറുപ്പം മുതലേ എനിക്ക് അത്ഭുതമായിരുന്ന, ഞാൻ കാണാൻ ഒരുപാട് കൊതിച്ച ഒരു അത്ഭുതം ഇവിടെ കൊട്ടാരത്തിലുണ്ട്, ശ്രീപോതി വിളക്ക്. എനിക്കതൊന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. എൻ്റെ നാട്ടിൽ വന്ന് വീണ നക്ഷത്രക്കല്ല് കൊണ്ടാണ് ആ വിളക്ക് ഉണ്ടാക്കിയതെന്നും ആ വിളക്കാണ് അങ്ങയുടെ എല്ലാ സമൃദ്ധിക്കും കാരണമെന്നും അടിയൻ അറിയാം. എനിക്ക് എന്തെങ്കിലും സമ്മാനം തരാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വിളക്ക് തരണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇത് കേട്ട പാടെ രാജാവിന് വലിയ അസ്വസ്ഥതയുണ്ടാകുന്നു. പക്ഷെ അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല. ആ വിളക്ക് കുഞ്ഞിക്കേളുവിന് കൊടുത്തു. കേളുവാകട്ടെ വിളക്ക് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സകല ജനങ്ങളും അത് തൊഴുകയും ചെയ്തു. ഇദ്ദേഹത്തിനൊരു കാമുകിയുണ്ട്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ചോദ്യയാണ്. ഒരു തവണ വിളക്ക് കണ്ടു, ഇനി അടിയന് അത് കാണാൻ പറ്റത്തില്ലല്ലോ, അമ്പലത്തിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റത്തില്ലല്ലോ എന്നവൾ വിഷമിക്കുമ്പോൾ, സാരമില്ല, ആ നക്ഷത്രം വന്ന് പതിച്ച ആ സ്ഥലത്ത് ആ വിളക്ക് പ്രതിഷ്ഠിക്കാനാണ് എൻ്റെ തീരുമാനം എന്ന് കുഞ്ഞിക്കേളു. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ നാട്ടിലാകെ വസൂരി പടർന്നു പിടിച്ചു. ആദ്യം ചോദിക്ക് അസുഖം പിടിച്ചു. ചോദ്യയെ ചികിത്സിക്കാനായി ഇദ്ദേഹം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. 10 നാൾ കഴിയുമ്പോൾ കേളുവിനും അസുഖമായി. അപ്പോൾ ഇദ്ദേഹം അതിൻ്റെ ചികിത്സയിലായിരിക്കുന്ന സമയത്ത് മാനവർമ്മ ഇദ്ദേഹത്തിന് ഒരു സന്ദേശം അയക്കുകയാണ്. വളരെ രഹസ്യ സ്വഭാവം ഉള്ളതാണ് എന്ന് പറയുന്നു. ആ ഓല വായിക്കുമ്പോൾ വല്ലാതെ അസ്വസ്ഥനാകുന്നുണ്ട് കേളു. വായിച്ചു കഴിയുമ്പോൾ തന്നെ അദ്ദേഹം അത് കത്തിച്ച് കളയുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഓലയിൽ എന്താണ് എന്നുള്ളത് അമ്മ വന്ന് ചോദിയോട് പറയുകയാണ്. ഇത് കേട്ട് ചോദ്യം ഞെട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അസുഖം കൂടിയിട്ടാണോ ഓലയിലെ സന്ദേശത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വിഷമമാണോ എന്നറിയില്ല, അധികം താമസിയാതെ തന്നെ കുഞ്ഞിക്കേളു മരണപ്പെട്ടു. കേളുവിൻ്റെ കഥകൾ കേട്ട് വളർന്ന ഹരിപുരത്തുകാർ കളരിക്കാരായി. ശ്രീപോതി വിളക്ക് പ്രതിഷ്ഠിച്ച ഈ നാട് ചിയോതിക്കാവുമായി. അപ്പോൾ ചോദ്യയും അമ്മയും കൂടെ നാഗർകോവിലിലോ മറ്റോ പൊയ്ക്കളഞ്ഞു. അവൾ ഗർഭിണിയായിരുന്നോ എന്നീ കുട്ടി ചോദിക്കുന്നു. അതിന് അമ്മൂമ്മ വഴക്കും പറയുന്നു. ശ്രീപോതി വിളക്കാണ് നമ്മുടെ നാടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം. പിന്നെ കുഞ്ഞിക്കേളുവിനോടുള്ള ഒരു ഓർമ്മയ്ക്കായിട്ടാണ് 5 കൊല്ലം കൂടുമ്പം ആ അങ്കത്തല്ല് നടത്തുന്നത്. അപ്പോൾ മണിയൻ്റെ കഥയോ അമ്മമ്മേ? വിളക്ക് കട്ടവൻ്റെ കഥയൊന്നും എന്നോട് ചോദിക്കരുത് എന്നും പറഞ്ഞ് അമ്മമ്മ ദേഷ്യപ്പെടുന്നു. പണ്ട് അമ്മമ്മയുടെ ഭർത്താവും മകനും 100 ആൾക്കാരും കൂടെ ഈ മണിയനെ പിടിക്കാൻ ശ്രമിച്ചതും ആ ബഹളം കഴിഞ്ഞപ്പോഴേക്കും ഈ അപ്പൂപ്പൻ്റെ കഴുത്തിൽ കിടന്ന മാലയും വായിൽ സ്വർണ്ണപ്പല്ലും മണിയൻ കൊണ്ടുപോയും ആ സത്യം അമ്മമ്മ ഓർക്കുകയാണ്. എന്നിട്ട് ഈ കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അപ്പൂപ്പനും നിൻ്റെ അച്ഛനും 100 ആൾക്കാരൊക്കെ ചേർന്ന് അന്ന് മണിയനെ പിടിച്ച കഥ. പിറ്റേന്ന് ഈ കാര്യം ഈ കൊച്ച് സ്കൂളിൽ പോകുന്ന വഴിക്ക് കൂട്ടുകാരികളോട് പറയാണ്. അപ്പോൾ ഒരു കൂട്ടുകാരി പറയാണ്, ആ വിളക്ക് ഭയങ്കര ശക്തിയുള്ളതാ, അതുകൊണ്ടല്ലേ ആ കള്ളൻ മണിയൻ അന്ന് വെള്ളത്തിൽ വീണ് മരിച്ചതെന്ന്. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ മണിയൻ്റെ പേരക്കുട്ടിയെ എന്തോ കള്ളത്തരം ചെയ്തു എന്ന പേരിൽ ചന്തുനായരും കൂട്ടുകാരനും കൂടെ കുറ്റപ്പെടുന്നതും ഈ കുട്ടി കാണുന്നു. എല്ലാവരും തന്നെ കള്ളൻ്റെ പേരക്കുട്ടി എന്ന പേരിൽ നാട്ടുകാരും വീട്ടുകാരും സ്കൂളിലെ കുട്ടികളും ഒക്കെ കളിയാക്കുന്നു എന്നുള്ള പരാതി ഈ കൊച്ചുകുട്ടി അജയൻ അമ്മൂമ്മയോട് പറയാണ്. അമ്മൂമ്മ പറയാണ്, ഈ നാടിനെ മുഴുവൻ ജയിച്ച കള്ളനായിരുന്നു നിൻ്റെ അച്ചച്ചൻ. കള്ളനാകാനേ ആദ്യം മണ്ണിനെ അറിയണം, പിന്നെ ചെലന്തിയുടെ ക്ഷമ വേണം, കുറുക്കൻ്റെ കെണിയും പഠിക്കണം, അല്ലെങ്കിലും കാക്കകളൊക്കെ തന്നെയാണ് നല്ലത് കൂട്ടുകൂടാനൊക്കെ എന്ന്. അത് കഴിയുമ്പോൾ ഈ കൊച്ചു കാക്കയോട് കൂട്ടുകൂടുകയും ഈ കാക്കയെ കൊണ്ട് തന്നെ മുമ്പേ തല്ലിയ ചന്തുനായരുടെ താക്കോല് അയാളെ കുളത്തിൽ കുളിക്കുന്ന സമയത്ത്
കാക്കയെ കൊണ്ട് ഇവൻ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ താക്കോലും പിടിച്ച് ഇവനിരിക്കുന്നത് വഴിയെ പോകുന്ന ഈ കുട്ടി ലക്ഷ്മി. അവൾ കാണുന്നു, അവൾ ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഒരടുപ്പമാണ്. ഈ പെൺകുട്ടിക്കും ഈ കഥകളൊക്കെ കേട്ടിട്ട് ഈ മണിയനോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. അങ്ങനെ കാക്കയുടെ സഹായത്തോടെ ആ താക്കോല് കട്ടതാണ് അജയൻ്റെ ഒന്നാമത്തെ മോഷണം. കാലം കടന്നുപോയി. ഇപ്പോൾ ലക്ഷ്മിയും അജയനും തമ്മിൽ പ്രണയത്തിലാണ്. റേഡിയൻറ്റ് ഇലക്ട്രോണിക്സിൻ്റെ പ്രൊപ്പറൈറ്ററാണ് അജയൻ. പിന്നെ പ്രേമിക്കാൻ വേണ്ടി ഹാം റേഡിയോ ലൈസൻസ് എടുത്ത ആദ്യത്തെ ആൾ താനാണ് എന്നാണ് അജയൻ്റെ വാദം. ഇവർ തമ്മിൽ പ്രണയത്തിലായതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ വീട്ടിലെ ഇലക്ട്രിക് ഐറ്റംസ് കൂടെ കേടാവാറുണ്ട്. എന്നാലല്ലേ അജയൻ അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഇവളുടെ അച്ഛൻ ചോദിക്കുന്നത് ഈ പണി അറിയാവുന്ന വേറെ ആരും ഈ നാട്ടിലില്ലേ എന്നാണ്. ദാമോദരൻ്റെ വീട്ടിലെ മോട്ടർ കാണാനില്ല. നീയാണല്ലോ ഇന്നലെ അവിടെ നന്നാക്കാൻ വേണ്ടി പോയത്. അവർക്ക് നിന്നെയാണ് സംശയം. കേസ് വന്നിട്ടുണ്ട്. നാളെ നീ സ്റ്റേഷനിലേക്ക് വരണം. പിന്നെ ആടും കോഴിയൊക്കെ നഷ്ടപ്പെട്ട കേസുകളുണ്ട്, മാല പോയ കേസുകളുണ്ട്. എല്ലാത്തിലും നീയാണ് സസ്പെക്റ്റ്. അതുകൊണ്ട് വന്നേക്കണം എന്ന് പറഞ്ഞ് പോലീസുകാർ ഇവൻ്റെ വീട്ടിൽ വന്നു. അവർ പോകുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് പോലീസിനെ വീട്ടിൽ വരുത്തിച്ചപ്പോൾ സമാധാനമായല്ലോ എന്ന്. ഇവൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പണ്ടത്തെ ഒരു കാര്യം ഇവൻ ഓർക്കുകയാണ്. ആ കാക്കയെ കൊണ്ട് ഒരു താക്കോൽ എടുത്തായിരുന്നല്ലോ ചന്ദനായരുടെ. ആ താക്കോല് കൊണ്ടുവരുമ്പം അമ്മൂമ്മ ഇവനെ അഭിനന്ദിക്കുന്നുണ്ട്. നീ കള്ളൻ മണിയൻ്റെ കൊച്ചുമോൻ തന്നെയാണെന്ന്. മോഷണം നടത്തിയതിന് മകനെ 2 തല്ലിയിട്ട് കള്ളൻ്റെ മോളല്ലേ നീ എന്നും പറഞ്ഞ് എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടിട്ട് പോയപ്പോഴും ഞാൻ ജീവിച്ചത് നിന്നെ ഓർത്തു മാത്രമാണ്. വാ ഇവിടെ, ഈ താക്കോലിന് നീ തന്നെ അയാൾക്ക് കൊടുക്കണം എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുമ്പം ഈ അമ്മ പുറകിന്ന് പറയുന്നുണ്ട്, നീ ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവനെ കൊണ്ട് താക്കോല് കൊടുപ്പിക്കുവാണെങ്കിൽ നിൻ്റെ മകൻ ആജീവനാന്ത കള്ളനായി മാറും. അവൻ ആ താക്കോൽ എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ രഹസ്യമായിട്ട് തിരിച്ചു അവിടെ എത്തിക്കാനും അവനറിയാം. നീ അവന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ കുളത്തിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദനായർ കൂട്ടുകാരോട് പറയാണ്, ഇത് തീർച്ചയായിട്ടും ആ അജയൻ തന്നെയായിരിക്കും എടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം കാക്ക കൊണ്ടുവന്ന് അയാളുടെ അടുത്ത് താക്കോലിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കാക്കയാണെന്നുള്ളത്. സൂക്ഷിച്ചോ കേട്ടോ ചന്ദനായരെ, കള്ളൻ മണിയൻ കാക്കയായും പൂച്ചയായും ഒക്കെ വന്നെന്നിരിക്കും. അയാൾ പേടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹരിപുരത്ത് നടക്കാനിരിക്കുന്ന അങ്കത്തല്ലിനെക്കുറിച്ച് ഒരു TV പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ് എന്നും പറഞ്ഞ് സുദേവ് വർമ്മ, ഇടയ്ക്കൽ കോവിലകത്തെ പിൻതലമുറക്കാരനാണ്, ഇപ്പോൾ ലക്ഷ്മിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവളുടെ അച്ഛൻ ഇവർക്ക് താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കവലയിൽ വെച്ച് അജയനെ കാണുമ്പം ചന്ദനായരും കൂട്ടരും ഒക്കെ പോലീസ് അവനെ അന്വേഷിച്ച് വന്നതിനെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഇപ്പോൾ ചന്ദനായരുടെ ചായക്കടയിലെ ജോലിക്കാരനായിരുന്നു അയാളുടെ മകനായ സുരേഷ്. കുറേ കാലം അയാൾ നാട്ടിലില്ലായിരുന്നു. ഇപ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചോദിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നതാണ്, ഇപ്പോൾ മടങ്ങി വന്നു. അജയൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. ക്ഷേത്ര കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അജയൻ്റെ വീട്ടുകാരുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് എന്തു പറയാൻ? വിളക്ക് കെട്ടവൻ്റെ വീട്ടുകാരെ കാവിൽ കയറ്റുകാലേ, നാട്ടുകാരും കൂടത്തില്ല കേട്ടോ എന്ന് ചന്ദനായർ. ഉടനെ സുരേഷ് ചോദിക്കുകയാണ്, അപ്പോൾ കളരിയിൽ കയറ്റുന്നതോ? കളരി വേറെ കാവ് വേറെ എന്ന് ചാത്തൂട്ടി നമ്പ്യാർ, ലക്ഷ്മിയുടെ അച്ഛൻ. കമ്മിറ്റി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ചാത്തൂട്ടി നമ്പ്യാർ സുദേവ് വർമ്മയെ കണ്ടിട്ട്, ഈ കാവിനകത്താണ് വിളക്കിരിക്കുന്നത്, കൊല്ലത്തിലൊരിക്കലേ നട തുറക്കാറുള്ളൂ, അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാം. പിന്നെ അതിൻ്റെ തലേന്നാണ് അങ്കത്തല്ല്, അവിടെ അതിൻ്റെ പ്രാക്ടീസ് കളരിയിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ക്യാമറമാൻ സുദേവിനോട് ചോദിക്കുന്നുണ്ട് രഹസ്യമായിട്ട്, അല്ല ഇത്രയ്ക്ക് സ്പെഷ്യലാണോ ഈ വിളക്കെന്ന്? അത് തനിക്കറിയാൻ പാടില്ലെന്നിട്ടാണ്. ഞങ്ങളുടെ കോവിലകത്ത് ഡോക്യുമെൻറ്റ്സിൽ ഈ വിളക്കിനെക്കുറിച്ച് കുറേ നോട്ട്സ് ഉണ്ടായിരുന്നു, ഞാനത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ബ്രിട്ടീഷ് ആർക്കീവ്സിൽ ഒരു ടീം എൻ്റെ അടുത്ത് വന്ന് ഈ വിളക്കിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ട് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്, അടുത്ത മാസം ഒരു ഓപ്ഷൻ ഉണ്ട് ലണ്ടനിൽ വെച്ച്, ഞാൻ അവർക്ക് കൈ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ഇയാൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ഈ ക്യാമറമാന് വില മതിക്കാനാകാത്ത നിധിയാണ് ആ വിളക്ക്. പറഞ്ഞു വരുമ്പം എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്, എന്തുമായാലും ഞാനത് അവിടെ നിന്ന് എടുത്തിരിക്കും എന്ന് പറയുന്നു സുദേവ്. ഇത് കഴിഞ്ഞ് ഇവർ കളരിയിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ആ ഒരു പ്രാക്ടീസൊക്കെ കണ്ടു. അപ്പോൾ ആൾക്കാരൊക്കെ ഈ ഒരു അങ്കത്തല്ലിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് ഇവന് ബോധ്യമാകുന്നു. ഇവൻ അവിടെ വെച്ച് അജയനെ കാണുന്നുണ്ട്, ഒരു ഫോട്ടോയും എടുക്കുന്നു. അന്ന് രാത്രി തൻ്റെ കാമുകിയെ കാണാൻ വേണ്ടി പോയിട്ട് തിരിച്ച് ഇറങ്ങിയതാണ് അജയൻ. അപ്പോൾ അവിടുത്തെ വേലക്കാരൻ അവിടെ ഒരു കള്ളനെ കണ്ടിട്ട് അതും പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. കള്ളൻ്റെ പിന്നാലെ ഓടുകയാണ് അജയൻ. അതിൻ്റെ പിന്നാലെ അവിടുത്തെ ആൾക്കാരെല്ലാം ഓടും. പിന്നെ താൻ അബദ്ധത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവൻ അടുത്ത വീട്ടിലെ ഒരു തൊഴുത്തിലോട്ട് കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. പശുവിൻ്റെ കഴുത്തിലെ മണി അനങ്ങാതിരിക്കാൻ വേണ്ടി ഇവൻ ആ മണി അഴിച്ചെടുക്കുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന വഴിക്ക് പോലീസ് ഇവന് തടഞ്ഞു നിർത്തുന്നു. എന്താണ് നീ ഇവിടെയും ചോദിക്കുമ്പോൾ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. നീ എവിടെ നിന്ന് വരും ചോദിക്കുമ്പോൾ അതിന് ഇവന് മറുപടിയില്ല. അപ്പം എൻ്റെ പരുങ്ങൽ കണ്ട് ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നല്ലോണം തല്ലുന്നുണ്ട്. എന്നിട്ട് അതിനിടയിൽ ഇവൻ മർമ്മം നോക്കി പോലീസുകാരൻ്റെ വയറിൽ ഒരു കുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി.
സ്റ്റേഷനിലേക്ക് എത്തുന്ന SI പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അജയനെ വിടുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിപ്പിക്കും എന്ന നിബന്ധനയില്ല. അല്ല സാറേ, എൻ്റെ മറവിൽ ഇവിടെ ഒരു കള്ളനുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വം അല്ലേന്ന് ചോദിക്കുമ്പോൾ പിന്നെ തന്നെ ഞങ്ങൾ വിട്ടിക്കുന്നതെന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞിട്ട് അവനെ ഇറക്കി വിടുന്നുണ്ട്. ഇവനെ വെറുതെ വിട്ടത് നാട്ടുകാർക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമുക്ക് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം മോനെ എന്ന് അമ്മ അജയനോട് പറയുന്നു. എന്തിനാ പോകുന്നത്? നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. അമ്മയുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഞാൻ പണ്ടൊരു മോഷണം നടത്തിയിട്ടുണ്ട്, ഇനി ഞാൻ ഒരെണ്ണം കൂടെ നടത്തും, അതിനുശേഷം നമുക്ക് എങ്ങോട്ട് വേണേലും പോയേക്കാം എന്ന് പറയുന്നു. അതല്ലെങ്കിൽ നീ പണ്ടേ അങ്ങനെയാണല്ലോ, ഞാൻ പറയുന്നതല്ലല്ലോ, നിൻ്റെ അമ്മൂമ്മ പറയുന്നതല്ലോ നീ കേൾക്കുള്ളൂ എന്ന് പെറുപെടുത്തുകൊണ്ട് അമ്മ അകത്തേക്ക്. എടാ അജയ, ഓടിവാ, കാവിലാരോ ഉണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഓടി വരുന്നു. കാവിലാരോ, നീ ഇങ്ങനെ വന്നേ, നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് അജയനെ കൂട്ടിക്കൊണ്ട് സുരേഷ് കാവിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഓടിളക്കിയിരിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ അജയൻ നേരെ അവിടെ കയറി നോക്കുമ്പോൾ കാവിൻ്റെ ഉള്ളിൽ വിളക്കില്ല. ഇറങ്ങി വന്ന് സുരേഷിനോട് പറയും, എടാ അകത്ത് വിളക്കില്ല. വിളക്കില്ലേ? ഇത് ശരിക്കും ട്രാപ്പായിരുന്നോ? എന്ത് ട്രാപ്പ്? നീ എന്തൊക്കെയാണ് പറയുന്നത്? എടാ അത് ആ സുദേവനാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്, നിന്നെ ഇവിടെ കൊണ്ടുവരണം എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടാ നീ എന്നെയും കൂടെ പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുദേവനും കൂട്ടരും അങ്ങോട്ടേക്ക് വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുരേഷ് ചെന്ന് അയാളുടെ ഷർട്ടിന് പിടിക്കുന്നുണ്ട്. എടാ ഞങ്ങളെ കള്ളരാക്കിയിട്ട് ഇവിടെ നിന്ന് വിളക്കടിച്ചുകൊണ്ട് പോകാനായിരുന്നല്ലേ തൻ്റെ പ്ലാൻ, എവിടെ വിളക്കെന്ന് ചോദിക്കുമ്പോൾ വിളക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് അടിച്ചുകൊണ്ട് പോകാൻ തന്നെയായിരുന്നു പ്ലാൻ, പക്ഷേ അത് ഒറിജിനലല്ല, അത് ഒന്നാം തരം ഫേക്കാണ്. ഉടനെ ക്യാമറമാൻ, സുരേഷേ നീ അല്ലേടാ ഈ നാട്ടിലെ കള്ളൻ, തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ ഈ വിളക്കിൻ്റെ കള്ളൻ ദേ ഈ അജയനാണ് എന്ന് പറയുന്നു. പഴയ ഒരു കഥ കാണിക്കുകയാണ്. പോലീസുകാരെയും കൂട്ടി ചാത്തൂട്ടി നമ്പ്യാരും അയാളുടെ അച്ഛൻ പരമു നമ്പ്യാരും നാട്ടുകാരൊക്കെ കൂടി മണിയനെ പിടിക്കാൻ വേണ്ടി മണിയൻ്റെ വീട്ടിലേക്ക് വരുവാണ്. വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അരി പാറ്റുകയാണ്. അയാളുടെ ഭാര്യയും കൂടെ കുഞ്ഞുകുട്ടിയും ഉണ്ട്. അങ്ങനെ അവളെ ഉപദ്രവിക്കുന്നത്, നിന്നെ ഉപദ്രവിച്ചാൽ അവൻ വരുമല്ലോ എന്ന് ചോദിച്ചിട്ട് ശരിക്കും ആ സമയത്ത് തന്നെ അവൻ വീടിനകത്ത് ഒളിച്ചിരുന്ന മണിയൻ പുറത്തേക്ക് വരുന്നു. പോലീസുകാരനെ അടിച്ച് ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് പരമുവിനോടും വന്ന് വായി തോന്നിയതൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി അവളുടെ സങ്കടം പറയുകയാണ്. അവൾ പോലീസുകാരനെ ഉപദ്രവിച്ചതല്ല അവളുടെ സങ്കടം, അതിന് മുന്നൊരിക്കൽ കാവിൽ ഉത്സവത്തിൻ്റെ സമയത്ത് ഇവൾ അവിടെ പോയിരുന്നു. അവിടെ വെച്ച് അവളും കുഞ്ഞും കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഈ ചാത്തൂട്ടി നമ്പ്യാർ മണ്ണ് കോരിയിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മാനത്തിന് വില പറഞ്ഞതാണ് അവരെന്ന് പറയുന്നുണ്ട്. നിന്നോട് ആര് പറഞ്ഞു കാവിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതല്ല, ദൂരെ നിന്നെങ്കിലും ആ വിളക്കൊന്ന് കാണാമല്ലോ എന്ന് കരുതി പോയതാണ്. ഇനി ഞാൻ പോവില്ല, എനിക്ക് ആ വിളക്ക് കാണുകയും വേണ്ട എന്നവൾ സങ്കടം പറയുകയാണ്. എൻ്റെ മാനത്തിൻ്റെ വിലയാണ്, നിൻ്റെ മാനത്തിൻ്റെ വില എന്താണെന്ന് ഞാൻ ഈ നാട്ടുകാരെ തെണ്ടികളെ കാണിച്ചു കൊടുക്കും എന്നവൻ പറയുന്നുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അവൻ ആ കാവിൽ കടന്ന് ആ വിളക്ക് മോഷ്ടിക്കുകയും ചെയ്തു. ഈ കാര്യം ഓർക്കുകയാണ് ഈ സുദേവൻ. എന്നിട്ട് പറയുകയാണ്, അന്ന് മണിയൻ അത് മോഷ്ടിച്ചതിന് ശേഷം ആ ഒരിക്കൽ തവണ മാത്രമേ വിളക്കിന് ഇളക്കം തട്ടിയിട്ടുള്ളൂ. അന്ന് അയാൾ മോഷ്ടിച്ചപ്പോൾ അയാളും ഒരു കൊല്ലനും ചേർന്ന് ഇതിലൊരു സ്വാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. തിരിച്ച് ആ കാവിലേക്ക് വന്നത് ആ ഒറിജിനൽ വിളക്കല്ല, ഫേക്കായിട്ടുള്ള വിളക്കാണ്. ആ വിളക്കാണ് ഈ നാട്ടുകാർ ഇത്ര നാളും തൊഴുതുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു. ഉത്സവത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ കൂടെയുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ അന്ന് മണിയൻ കട്ടുകൊണ്ടുപോയ വിളക്ക് നീ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നട തുറക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിളക്ക് തിരിച്ച് ഞങ്ങൾ അവിടെ തന്നെ വെക്കും. അതല്ലെങ്കിൽ മണിയൻ്റെ അവസ്ഥ തന്നെയായിരിക്കും നിനക്കും. ഇതാണ് നമ്മുടെ ഡീൽ എന്ന് പറയുന്നു. അങ്ങനെ ഒറിജിനൽ വിളക്ക് കണ്ടെത്താൻ വേണ്ടി നാട് മുഴുവൻ പരതാൻ തന്നെ രണ്ടുപേരും തീരുമാനിച്ചു. മാത്രമല്ല അജയൻ സുരേഷിനോട് പറഞ്ഞു, നീ എൻ്റെ മറവിൽ ഇവിടെ ചെയ്ത കള്ളത്തരങ്ങളുടെ മുഴുവൻ സാധനങ്ങൾ അതാത് വീടുകളിൽ തിരിച്ചു കൊടുത്തോണം. നിൻ്റെ അച്ഛൻ നിൻ്റെ വീട്ടിൽ നിറയെ പണം വെച്ചിട്ടുണ്ടാവും, ആ പൈസ എടുത്ത് ചിലവാക്കിക്കോന്ന്. അങ്ങനെ സുരേഷ് വീട്ടിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് അവൻ മുമ്പേ നടത്തിയ കള്ളങ്ങളുടെയൊക്കെ സാധനങ്ങൾ അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അജയനും സുരേഷും കൂടെ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നോക്കിയിട്ടും നിരാശയായിരുന്നു ഫലം. അവസാനം ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ കള്ളൻ മണിയന് മാത്രം പോകാൻ പറ്റുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടിൽ, അവിടെയും കൂടെ പോയി നോക്കുന്നു. അതനുസരിച്ച് ഇവൻ നരിമാളത്തിൽ വരുവാണ്. അവിടെ കയറി ചെറിയ ഗുഹയാണ് കേട്ടോ. അവിടെയൊക്കെ നോക്കിയിട്ടൊന്നും അവന് ഒന്നും കാണുന്നില്ല. അവസാനം ശ്വാസം കിട്ടാതെ ഇവൻ ബോധം കെട്ട് വീഴുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞെട്ടി ഉണരുന്ന ഇവൻ്റെ അപ്പൂപ്പൻ തൊട്ട് മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പതിയെ നടക്കുന്നു. നിറയെ മിന്നാമിനുങ്ങൾ കാണാം. ഇപ്പോൾ ആ ഭിത്തിയിൽ കുറേ കാര്യങ്ങൾ പടം വരച്ച് വെച്ചിരിക്കുന്നത് പോലെ ഇവന് കാണുന്നതായിട്ട് ഇവന് തോന്നുന്നു.
കാവിൽ നിന്ന് മോഷ്ടിച്ച വിളക്കുമായി കൊല്ലൻ നാണുവിൻ്റെ അടുത്ത് വന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്ന മണിയൻ ഇതെൻ്റെ ഭാര്യ മാണിക്യത്തിനുള്ളതാണെന്ന് പറയുമ്പോൾ നാണു അത് പരിശോധിച്ച് നോക്കിയിട്ട് ഇത് ശരിക്കുള്ള വിളക്കല്ല, അല്ലെങ്കിലും രാജാവ് ആശിച്ച് മോഹിച്ച് ഉണ്ടാക്കിയെടുത്ത വിളക്ക് ഒരു പണിക്കാരനായ കുഞ്ഞിക്കിളുവിന് കൊടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര നാളും എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഇത് ശരിക്കുള്ള വിളക്കാണെന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ വിളക്ക് എവിടെ ഉണ്ടെങ്കിലും ഞാനത് എടുത്തിരിക്കും എന്ന് ശപഥം ചെയ്യുന്ന മണിയൻ. അങ്ങനെ കള്ളൻ മണിയനും കൊല്ലൻ നാണുവും കൂടെ ഇടയ്ക്കൽ കൊട്ടാരത്തിലെത്തി. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇതിനെല്ലാം മറികടന്ന് അവിടെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ആ വിളക്ക് കൈക്കലാക്കുന്നു. ഇതെല്ലാം ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ അജയനുള്ള ആ ഗുഹയുടെ ഭിത്തികളിൽ പതിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് ഇവന് കാര്യം മനസ്സിലാവുന്നു. ഇതെല്ലാം കഴിയുമ്പം ഇവൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവനെ കാത്ത് നിൽക്കുകയാണ് അവിടെ സുദേവും കൂട്ടുകാരും സുരേഷും ഉണ്ട് കൂടെ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇനി ഇത്ര നാൾ നമ്മൾ ചെയ്തൊക്കെ കറക്റ്റ് തന്നെയാണ്, വിളക്ക് ഇവിടെ ഒന്നുമില്ല, പക്ഷേ ഇനി നീ നിനക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള കള്ളൻ്റെ ബുദ്ധിയും കൂടെ ഉപയോഗിക്കണം എന്ന് അജയനോട് പറയുമ്പം കള്ളൻ്റെ ബുദ്ധി എനിക്കല്ല നിനക്കാണ്. അവനെ പറയും, അത് രാജാവ് ചെയ്യുന്നതൊന്നും കള്ളത്തരമല്ല, അത് രാജതന്ത്രങ്ങളാണ്. പിന്നെ എന്നെപ്പോലുള്ളവർ കളിക്കുന്ന കളിയിൽ കുറച്ച് ചാവേറുകളുണ്ടാകും. ഇപ്പോൾ ഞാൻ കളിക്കുന്ന കളിയിൽ ചാവേറ് മാത്രമാണ് നീ എന്ന് അജയനെ നോക്കി പറയുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാവുന്നുണ്ട് അജയനുമായിട്ട്. ആ സമയത്ത് അജയന് നേരെ തോക്ക് ചൂണ്ടുകയാണ് സുദേവൻ. എന്നിട്ട് പറയുകയാണ്, ആ വിളക്കിൻ്റെ വില നിനക്കൊന്നും അനുമാനിക്കാൻ പോലും പറ്റത്തില്ല. അതെടുത്ത് എൻ്റെ കയ്യിൽ തന്നാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിൻ്റെ പ്രേമവും നടക്കും. 2, നിനക്ക് നല്ലവനായി ഇവിടെ ജീവിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നീ ഒരു കള്ളനാണെന്ന് സ്ഥാപിക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ടെന്നുള്ള കാര്യം നീ മറന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അജയനും ലക്ഷ്മിയായിട്ടുള്ള ബന്ധം കവലയിലൊക്കെ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ അറിയുമ്പോഴേക്കും ഇവനൊരു ബുദ്ധി തോന്നിയിട്ട് ഒരു ഓഡിയോ കാസറ്റിൽ ഇവൻ റെക്കോർഡ് ചെയ്തിട്ട് കാവിൽ ഉത്സവം നടക്കുമ്പം അവിടുത്തെ സിസ്റ്റത്തിൽ കൊണ്ടിട്ട് ഇപ്പോൾ അനൗൺസ്മെൻ്റായിട്ട് എല്ലാവരും കേൾക്കുകയാണ്. അജയൻ പറയുകയാണ്, ചാത്തുട്ടി നമ്പ്യാരുടെ മോള് ലക്ഷ്മിയായിട്ട് എനിക്ക് ഇഷ്ടമുണ്ട്, അതൊരു സത്യം തന്നെയാണ്. നാട്ടുകാർ അല്ലാതെ അവളെക്കുറിച്ച് വൃത്തിയോട് പറയുന്നുണ്ട്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ഞങ്ങൾ തമ്മിൽ കുറേ വർഷങ്ങളായിട്ട് ഇഷ്ടത്തിലാണെന്ന്. ഇത് കേട്ട് ആകെ നാണക്കേടായി ചാത്തുട്ടി നമ്പ്യാർ വീട്ടിൽ വന്ന് മോളെ ചോദ്യം ചെയ്യുന്നു. ഇനി അവനെയും കല്യാണം കഴിച്ച് ഈ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ നീ വിചാരിക്കേ വേണ്ട, വേണമെങ്കിൽ ഞാൻ നിന്നെയും കൊന്നു കളയും എന്ന് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സുദേവ് കാവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ വിളക്ക് തപ്പി സുരേഷ് അവൻ്റെ വീട്ടിൽ ചെന്നു. ഇതിൻ്റെ പേരിൽ ഇവിടെ വന്ന് അജയനെ ഭീഷണിപ്പെടുത്തുവാണ് സുദേവ്. എത്രയും പെട്ടെന്ന് വിളക്ക് കണ്ടെത്താൻ നോക്കുന്നു, നിനക്ക് ഈ നാട്ടിലൊക്കെ ജീവിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് ഇവൻ്റെ അജയൻ്റെ അമ്മ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയോട് തുറന്നു പറയേണ്ടി വന്നു അജയന്. അച്ഛൻ അങ്ങനെ വിളക്ക് കട്ടെടുത്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ വരുന്നതല്ലേ എന്ന് അമ്മ ചിന്തിക്കുന്നു. കാവിൽ നിന്നെടുത്തതും കൊട്ടാരത്തിൽ നിന്ന് മോഷ്ടിച്ചതുമായിട്ടുള്ള 2 വിളക്കുകളും തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മണിയൻ ഇത് കണ്ട് അത്ഭുതവും സന്തോഷവും കൊണ്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് ശരിക്കുള്ളതെന്ന്. മണിയൻ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നാട്ടുകാർ കാണത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങളിത് എന്തെടുക്കാൻ പോകാമെന്ന് ചോദിക്കുമ്പോൾ അവൻ ഗൂഢമായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും കുഞ്ഞിക്കിളുവിനെ പോലെ ഇതുകൊണ്ട് കാവിൽ കൊടുത്ത് വീരനായി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കാവിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നും പറഞ്ഞ് അവൻ ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വിളക്കും എടുത്ത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ പെടുന്നു. ഒരു വിധം വലിയ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. അവിടെ വെച്ചും വലിയ വഴക്കാണ്. അവസാനം ഇവൻ ഈ വിളക്കെടുത്ത് വെള്ളത്തിലേക്ക് ഇടും എന്ന് കാണിക്കുമ്പോൾ അവർ വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് ഇവളെ ഭാര്യയെയും കുട്ടിയെയും വലിച്ചഴിച്ച് കൊണ്ടുവരുവാണ്. അങ്ങനെ ഇവൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായി പോകുന്നുണ്ട്. അവിടെ നിന്ന് വിളക്ക് അവിടെ തന്നെ വെച്ചിട്ട് ഇവൻ വെള്ളത്തിലേക്ക് മനഃപൂർവ്വം അങ്ങ് വീഴുകയാണ്. അജയൻ അമ്മയോട് ചോദിക്കുകയാണ്, അച്ചാച്ചൻ അത് എവിടെയാണ് ഒളിപ്പിച്ചതെന്ന് അമ്മമ്മയ്ക്ക് അറിയാമായിരുന്നോ? അമ്മമ്മ എന്തെങ്കിലും പറഞ്ഞതായിട്ട് അമ്മ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അമ്മ അകത്തൊക്കെ പോയി പരിശോധിച്ചിട്ട് പെട്ടിക്കുള്ളിൽ നിന്ന് ചെറിയൊരു ആമക്കുഞ്ഞിൻ്റെ ഒരു പ്രതിമ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവൻ അതുമായിട്ട് എങ്ങോട്ടോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടി അവിടെ വന്നേക്കുവാണ്. അവർക്കൊരാവശ്യം, അങ്കത്തല്ലിന് ഇറങ്ങാനിരുന്ന ആളിന് മുട്ടിന് കുഴപ്പം പറ്റി, അപ്പം പകരമായിട്ട് നീ ഇറങ്ങാമോന്ന്. ഇവൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ അമ്മ പറയുന്നു അവൻ ഇറങ്ങിക്കോളുമെന്ന്. അവസാനം അമ്മ നിർബന്ധിക്കുമ്പോൾ ഇവൻ പറയാണ്, ഞാൻ ഇറങ്ങാം, പക്ഷേ എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ അമ്മയും കാവിൽ കയറ്റണം എന്ന്. അങ്ങനെ നാട്ടുകാർ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അങ്കത്തല്ല് തുടങ്ങി ഒരുവിധം ജയിച്ച് നിൽക്കുകയായിരുന്നു അജയൻ. അപ്പോൾ ഈ സുദേവൻ ഗാലറി ഇടുന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നു, നീ ജയിക്കാൻ പാടില്ല, തോറ്റു കൊടുക്കണം എന്ന്.
അങ്ങനെ പ്രകാരം ഇവൻ തോറ്റു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇവൻ ജയിക്കാവുന്നതേ ഉണ്ടായിരുന്നല്ലോ. അവസാനം ഗുരുക്കൾ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്, അതെങ്ങനെയാണ് നീ തോറ്റെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ കാവിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ജയിച്ചതാണ് മാഷേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവസാനമായിട്ട് ആമത്തുരുത്തിലും കൂടെ ഒന്ന് ശ്രമിക്കാം എന്ന് കരുതി അവിടെയും അന്വേഷിക്കുന്നു. പക്ഷെ നിരാശ തന്നെയായിരുന്നു ഫലം. ഇപ്പോൾ നീ അമ്മയും ലക്ഷ്മിയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഇവിടുന്ന് പോകും, അതിനുള്ള സമയം മാത്രമേ നിനക്കുള്ളൂ എന്ന് സുരേഷ് ഉപദേശിക്കുന്നു. ലക്ഷ്മിയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരികയാണ് അജയൻ. പക്ഷേ അവിടെ വെച്ച് ചാത്തൂട്ടി നമ്പ്യാരും ആൾക്കാരും കൂടെ ഇവനെ അവിടെ പൂട്ടിയിട്ടിട്ട് അമ്പലത്തിൽ അനൗൺസ് ചെയ്യുകയാണ്, 3-4 വീടുകളിൽ കള്ളത്തരം നടത്തിയൊരു കള്ളനെ പിടികിട്ടിയിട്ടുണ്ട്, ജനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ചാത്തൂട്ടി നമ്പ്യാരുടെ ജോലിക്കാരൻ കുട്ടപ്പൻ വന്ന് അജയനെ തുറന്നു വിടുന്നുണ്ട്. അപ്പോൾ അവൻ ലക്ഷ്മിയെക്കുറിച്ച് ചോദിക്കുന്നു. ലക്ഷ്മിയെ ഇവിടെ ഇല്ല, അവളെ എങ്ങോട്ടോ മാറ്റി, എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന അജയനെ നമ്പ്യാരുടെ ആൾക്കാർ പിന്തുടരുന്നു. അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം ഇവൻ്റെ അച്ചാച്ചൻ മണിയൻ വെള്ളത്തിലേക്ക് വീണതുപോലെ അതേ സ്പോട്ടിൽ എത്തപ്പെടുന്നു. അവിടെ നിന്ന് അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. വെള്ളത്തിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന അജയനെ ആരോ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബോധം തിരിച്ചു കിട്ടുന്ന അജയൻ തൻ്റെ വയറിൽ തറച്ചിരിക്കുന്ന ആ അരിവാൾ വലിച്ചൂരിയെടുത്ത് ദൂരേക്ക് എറിയുന്നു. അത് തിരിച്ചു വന്ന് പതിക്കുന്നത് ഇവൻ നേരത്തെ വലിച്ചെറിഞ്ഞ ആ ആമക്കുഞ്ഞിൻ്റെ പുറത്താണ്. അവൻ ആ ആമക്കുഞ്ഞിനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് ഓർക്കുകയാണ് പണ്ട് തൻ്റെ അമ്മമ്മയായിട്ട് ഇവനിങ്ങനെ ഒരു വള്ളത്തിൽ പോകുന്നതും അമ്മമ്മ ഒരു സ്ഥലത്തേക്ക് നോക്കി തൊഴുന്നതും. അമ്മമ്മ എന്തിനാണ് വെള്ളത്തിൽ തൊഴുന്നത്, അമ്പലത്തിൽ എന്താ പോകാത്തെന്ന് ചോദിക്കുമ്പോൾ, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, കല്ലിലും ഉണ്ട്, വെള്ളത്തിലും ഉണ്ട് എന്ന് അമ്മമ്മ പറയുന്നത് ഇവൻ ഓർക്കുന്നു. ഇവൻ ശക്തിയായിട്ട് മുന്നോട്ട് കുറേയധികം നീന്തി കഴിയുമ്പോഴേക്കും ഒരു ചെപ്പ് കാണുന്നുണ്ട് പാറയിൽ. ഇവനത് വലിച്ചു തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. അപ്പോഴേക്കും ഇവൻ്റെ മുമ്പിലൂടെ ഒരു ആമക്കുഞ്ഞ് നീന്തി പോകുന്ന കാണുന്നു. പെട്ടെന്ന് ഇവനെ ബുദ്ധി ഉദിക്കും, ഓ തൻ്റെ കയ്യിലും ഒരു ആമയുടെ കുഞ്ഞു പ്രതിമ ഉണ്ടായിരുന്നല്ലോ. ഇവൻ തിരിച്ച് നീന്തി കരയ്ക്ക് പോയി അവിടെ കിടക്കുന്ന ആ ആമക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചെപ്പിലേക്ക് വെക്കുമ്പോഴേക്കും ഇവനത് തുറക്കാൻ പറ്റും. അങ്ങനെ അവനകത്തുനിന്ന് ആ വിളക്ക് കണ്ടു, അതവൻ കയ്യിലേക്ക് എടുത്തതും ഇവൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ മുറിവും അപ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്നതായിട്ട് ഇവൻ കാണുന്നുണ്ട്. അങ്ങനെ ഇവൻ ഒരു വിധത്തിൽ ആ വിളക്കുമായിട്ട് കരയ്ക്ക് കയറി വരുമ്പോഴേക്കും ഇവിടെ ഇവനെ കാത്തു നിൽക്കുകയാണ് സുദേവൻ കൂട്ടരും. എനിക്കറിയായിരുന്നു അജയം എടുക്കാനാണ് നീ ആ വിളക്കം കൊണ്ടുവരുമെന്ന്. എന്തായാലും ഈ വിളക്കിൻ്റെ വിലയൊന്നും നിനക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമാണ്. എന്തോ ആണെങ്കിലും നിനക്കൊരു മാജിക്കൽ ഫിഗർ, അത്രയും തുക നിനക്ക് ഞാൻ തരും, ആ വിളക്കിങ്ങ് തന്നേക്കെന്ന് പറയുന്നുണ്ട്. രാജാവിനുള്ളത് അപ്പം അജയൻ കൊടുക്കുന്നില്ല. ഞാൻ പറയും, ഇങ്ങെടുക്ക്, രാജാവിനുള്ളത് രാജാവിന്, കൂലിക്കാരനുള്ളത് ഞാൻ തരികയും ചെയ്യും. അപ്പോൾ അജയൻ പറയുകയാണ്, രാജഭരണമൊക്കെ പോയി, ഇപ്പോൾ ഇവിടെ ജനാധിപത്യമാണ്. അങ്ങനെ അവന് കണക്കിന് കൊടുക്കുന്നുണ്ട് തല്ല്. കാവിൽ നിന്ന് എടുത്ത വിളക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, റിലാക്സ് അജയ എന്ന് ക്യാമറമാൻ പറയുമ്പോൾ, ഈ വിളക്കം കൊണ്ട് പോയാലേ എനിക്ക് നിൻ്റെ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നുകൊണ്ട് മാത്രം നിനക്ക് ഇത്ര ഞാൻ തരുന്നുള്ളൂ, പിന്നെ ചത്തൊന്നും പോകത്തില്ല, നന്നാവാനാണെങ്കിൽ ഇത് മതി എന്ന് പറയുന്നു. കാവിലിന്ന് നട തുറന്ന് എല്ലാവർക്കും തൊഴാനുള്ള ദിവസമാണ്. അതുപോലെ എല്ലാവരും അവിടെ ഉണ്ട്, തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് SIയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ തിരക്കുകയാണ് ചാത്തൂട്ടി നമ്പ്യാർ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു. ഇപ്പം ശരിക്കുമുള്ള വിളക്കുമായിട്ട് അജയൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പോൾ ചാത്തൂട്ടി നമ്പ്യാർക്കുള്ള ഒരു കത്ത് സുരേഷ് അയാളെ ഏൽപ്പിക്കുന്നു. അയാൾ വായിക്കുമ്പോൾ, ഇന്ന് ഞാൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു മോഷണം നടത്താൻ പോവുകയാണ് എന്ന് പറയുകയാണ്. ഇത് വായിക്കുന്ന അയാളുടെ കിളി പാറി. എന്താണ്, അയാൾ നാട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞു വിട്ടില്ലേ അയാളുടെ മോളെ, അയാളുടെ മോളുടെ ഒപ്പമുണ്ട് ഇപ്പോൾ അജയൻ. അതാണ് അജയൻ്റെ രണ്ടാമത്തെ മോഷണം. ARM.